നേരിട്ടുള്ള യുദ്ധത്തിൽ ദേവന്മാർക്കും ദാനവന്മാർക്കും ജരാസന്ധനെ വധിക്കുക പ്രയാസമാണ്. അതുകൊണ്ട് മല്ലയുദ്ധത്തിൽ ജരാസന്ധനെ തോൽപ്പിക്കണം. എൻ്റെ നീതിയും ഭീമന്റെ കരുത്തും അർജുനന്റെ രക്ഷണയുമായാൽ കാര്യം നേടാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. യുധിഷ്ഠിരന്റെ അനുമതിയോടെ ശ്രീകൃഷ്ണനും ഭീമനും അർജുനനും മഗധയിലേക്ക് തിരിച്ചു. ആ സമയത്ത് മഗധയിൽ പല അപശകുനങ്ങളും ഉണ്ടായി. ദോഷപരിഹാരത്തിനായി ബ്രാഹ്മണർ ജരാസന്ധനെ ആനപ്പുറത്തു കയറ്റി അഗ്നിപ്രദക്ഷിണം ചെയ്യിച്ചു. മഗധേശൻ തൻ്റെ വ്രതങ്ങളും ഉപവാസവും അനുഷ്ഠിച്ചു. കൃഷ്ണാർജുനന്മാരും ഭീമനും മര ഉരിയണിഞ്ഞ് താപസവേഷം ധരിച്ച് മഗധയിൽ പ്രവേശിച്ചു. 3 കോട്ടവാതിലുകൾ കടന്ന് നിശംഖഭാവത്തിൽ നടക്കുന്ന താപസന്മാരെ കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ജരാസന്റെ തവിതമണഞ്ഞവരെ അർഘ്യപാദ്യങ്ങളും മധുപർക്കവും നൽകി എതിരേറ്റു. ജനമേജയ അവരുടെ വേഷവും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു. അതുകൊണ്ട് ജരാസന്ധൻ അവജ്ഞയോടെ അവരോട് ചോദിച്ചു, ബ്രാഹ്മണരെ, ബ്രഹ്മചാരികൾ സഭയിൽ പോകുമ്പോഴല്ലാതെ ചന്ദനവും മാലയും അണിയാറില്ല. ചുവന്ന വസ്ത്രം ധരിച്ച നിങ്ങൾ മാലയും കുറിക്കൂട്ടുകളും അണിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ വിൽത്തഴമ്പ് സ്പഷ്ടമായി കാണുന്നു. നേർവഴിക്കല്ല നിങ്ങൾ വന്നത്. ബ്രാഹ്മണവേഷം നിങ്ങൾ കൃത്രിമമായി അണിഞ്ഞതായി തോന്നുന്നു. നിങ്ങൾ ആരാണ്? എന്തിനായി ഇവിടെ വന്നു? ശ്രീകൃഷ്ണൻ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ ബ്രഹ്മചാരികളാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ബ്രഹ്മചാരികളാവുമ്പോൾ ഈ വേഷം ധരിക്കാറുണ്ട്. പുഷ്പമാല ഐശ്വര്യത്തിൻ്റെ ചിഹ്നമാണ്. ഞങ്ങൾ വാക്കിൽ ശൗര്യം കാട്ടാറില്ല. ക്ഷത്രിയൻ്റെ ബലം കൈകളിലാണ്. ഞങ്ങളുടെ കയ്യൂക്ക് കാണണമെങ്കിൽ കണ്ടുകൊള്ളുക. മിത്രങ്ങളുടെ വീട്ടിൽ നേർവഴിക്ക് പോകുന്ന വീരപുരുഷന്മാർ ശത്രുഗൃഹത്തിൽ മറ്റു വഴികളിലൂടെ പ്രവേശിക്കുന്നു. ഞങ്ങൾ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. ഇത് കേട്ട ജരാസന്ധൻ ചോദിച്ചു, ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും മോശമായി പെരുമാറിയിട്ടുള്ളതായി എത്ര ആലോചിച്ചിട്ടും ഓർമ്മ വരുന്നില്ല. നിരപരാധിയായ എന്നെ ശത്രുവായി കാണാൻ എന്തേ കാരണം? സജ്ജനങ്ങൾക്ക് ഇത് യുക്തമാണോ? ഞാൻ എൻ്റെ ധർമ്മം പാലിക്കുന്നു. പ്രജകൾക്ക് ഒരു ദോഷവും ചെയ്യുന്നില്ല. പിന്നെന്തിനെന്നെ ശത്രുവായി കാണുന്നു? നിങ്ങൾ ഭ്രാന്ത് പിടിച്ച് സംസാരിക്കുകയല്ലോ. ശ്രീകൃഷ്ണൻ, രാജാവേ, നിങ്ങൾ ക്ഷത്രിയന്മാരെ ബലി കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുകയല്ലേ? ഈ ക്രൂരകർമ്മം ഒരു കുറ്റമല്ലേ? നിങ്ങൾ ചക്രവർത്തിയായിരുന്നതുകൊണ്ട് നിർദോഷികളായ രാജാക്കന്മാരെ ഹംസിക്കുന്നത് ഉചിതമെന്ന് കരുതുന്നുണ്ടോ? ഞങ്ങൾ ദുഃഖിതരെ സഹായിക്കുന്നവരാണ്. നിങ്ങൾ ക്ഷത്രിയ വർഗത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വർഗത്തിൻ്റെ ഉത്കർഷത്തിനു വേണ്ടി നിങ്ങളെ വധിക്കാൻ തീരുമാനിച്ചാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെപ്പോലെ ഒരു യോദ്ധാവ് ക്ഷത്രിയർക്കിടയിലില്ലെന്ന് നിങ്ങൾ കരുതുന്നു. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങളെക്കാൾ കരുത്തുറ്റ വീരന്മാർ ഈ വിശാല ഭൂമിയിലുണ്ട്. ഈ അഹങ്കാരം സഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ബ്രാഹ്മണരല്ല. ഞാൻ വസുദേവരുടെ പുത്രനായ കൃഷ്ണനാണ്. ഇവർ പാണ്ഡുവിൻ്റെ പുത്രന്മാരായ ഭീമനും അർജുനനുമാണ്. ഞങ്ങൾ നിങ്ങളെ യുദ്ധം ചെയ്യാൻ വെല്ലുവിളിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ തടങ്കലിലുള്ള രാജാക്കന്മാരെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യുക. ഇത് കേട്ട ജരാസന്ധൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, വസുദേവ, പോരിൽ ജയിക്കാതെ ഒരു രാജാവിനെയും ഞാൻ തടങ്കിലാക്കിയിട്ടില്ല. എന്താ, ഞാൻ നിങ്ങളെ പേടിച്ച് ഈ രാജാക്കന്മാരെ മോചിപ്പിക്കണമോ? നിങ്ങൾ വേണമെങ്കിൽ സൈന്യത്തോട് പൊരുതുക. ഞാൻ ഒറ്റയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ മൂവരോടും യുദ്ധം ചെയ്യാം. ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാം. ജരാസന്ധൻ യുദ്ധത്തിന് ഒരുക്കമാണെന്ന് കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിച്ചു, രാജാവേ, ഞങ്ങളിൽ ആരോട് പൊരുതാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ആരാണ് പോരിനിറങ്ങേണ്ടത്? ജരാസന്ധൻ ഭീമനോട് മല്ലയുദ്ധം ചെയ്യാമെന്ന് സമ്മതിച്ചു. അനന്തരം മാലയും മംഗളചിഹ്നങ്ങളും അണിഞ്ഞു. ബ്രാഹ്മണർ വന്ന് ഉസ്തിയനം നടത്തി. ജരാസന്ധൻ കിരീടം ഊരിവച്ച് തലമുടി കെട്ടിക്കൊണ്ട് പൊരുതി. തോറ്റാലും സത്പേര് കിട്ടും. ശ്രീകൃഷ്ണനോട് അനുവാദം വാങ്ങി ഭീമനും ഗോദയിലേക്ക് ഇറങ്ങി. ഇരുവരും വിജയം നേടാനാണ് ആഗ്രഹിച്ചത്. കൈകൊടുക്കും മുൻപ് പരസ്പരം കാൽ തൊട്ട് വണങ്ങി ഇരുവരും ഗുസ്തിയിലെ അടവുകൾ മാറി മാറി പ്രയോഗിച്ചു. കാണികളായി നഗരവാസികളെല്ലാം ചുറ്റും വന്നുകൂടി. മുഷ്ടിപ്രഹരങ്ങളുടെ ധ്വനി നാട്ടാരെ പ്രകമ്പനം കൊള്ളിച്ചു. യോദ്ധാക്കൾ ഏതു കോണിലേക്ക് നീങ്ങുന്നുവോ ആ ഭാഗത്തുള്ള കാണികൾ അകന്നുമാറി. ഇരുവരും കരുത്തന്മാരാണ്. ഇടയ്ക്കു നിർത്താതെയും ഭക്ഷണം കഴിക്കാതെയും 13 ദിനരാത്രങ്ങൾ പോരു തുടർന്നു. 14-ാം ദിവസമായപ്പോൾ ജരാസന്ധന് ക്ഷീണം തോന്നി. അതുകണ്ട് ഭഗവാൻ ഭീമനോട് പറഞ്ഞു, വീര, തളർന്നുപോയ ശത്രുവിനെ കൂടുതൽ നിരിക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ഇനി ബാഹുയുദ്ധം മാത്രം മതി, അല്ലെങ്കിൽ എതിരാളി മരിച്ചു പോകും. ശ്രീകൃഷ്ണൻ പറഞ്ഞത് കേട്ട് ജരാസന്ധൻ്റെ സ്ഥിതി ഭീമൻ മനസ്സിലാക്കി. ഭീമനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഭഗവാൻ വീണ്ടും പറഞ്ഞു, ഭീമ, നിന്നിൽ ദൈവബലവും വായുബലവുമുണ്ട്. അത് ജരാസന്ധന് ബോധ്യമാക്കി കൊടുക്കുക. ഭഗവാന്റെ ഈ സൂചന മനസ്സിലാക്കിയ ഭീമൻ ജരാസന്ധനെ എടുത്തുയർത്തി ആകാശത്തിൽ 100 തവണ വട്ടം കറക്കി. എന്നിട്ട് ഊക്കോടെ നിരൽ തടിച്ചു.
ജരാസന്ധൻ്റെ നട്ടെല്ല് പൊട്ടിത്തകർന്നു. ഒപ്പം ഭീമൻ ഒരു കാൽ പിടിച്ചുയർത്തി മറ്റേ കാലിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ടായി വലിച്ചു കയറി. ജരാസന്ധൻ്റെ ഈ ദുരവസ്ഥ കണ്ടും ഭീമൻ്റെ ഗർജനം കേട്ടും ജനങ്ങളാകെ ഭീതിയിലായി. ജരാസന്ധൻ്റെ ജനനം പോലെ തന്നെ ജരാസന്ധൻ്റെ മരണവും രണ്ടു ഭാഗങ്ങളായി.